ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ബൈബിളിൽ നിന്നും ചില ജനറൽ ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ജയലക്ഷ്മി. ആദ്യത്തെ ചോദ്യം, ക്രിസ്തു എന്ന കുഞ്ഞാടിന് പത്രോസ് അപ്പോസ്തലൻ നൽകുന്ന വിശേഷണങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം: നിർദോഷൻ, നിഷ്കളങ്കൻ. 1 പത്രോസ് 1:19. അടുത്ത ചോദ്യം, നായ്ക്കൾ ആരുടെയെല്ലാം രക്തം നക്കി? ഉത്തരം: നാബോത്തിൻ്റെയും ആഹാബിൻ്റെയും. 1 രാജാക്കന്മാർ 21:19, 22:38. അടുത്ത ചോദ്യം, മനുഷ്യനെ പോലെ സംസാരിച്ച മൃഗം ഏതാണ്? ഉത്തരം: ബിലയാമിൻ്റെ കഴുത. സംഖ്യ 22:28, 2 പത്രോസ് 2:16. അടുത്ത ചോദ്യം, ശിംശോൻ കഴുതയുടെ താടിയിൽ എറിഞ്ഞ സ്ഥലത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം: രാമത്ത് ലേഹി. ന്യായാധിപൻ 15:17. അടുത്ത ചോദ്യം, സെരുബാബേലിനോടൊപ്പം മടങ്ങി വന്ന പ്രവാസികൾക്കുണ്ടായിരുന്ന ഒട്ടകം എത്രയായിരുന്നു? ഉത്തരം: 435 ഒട്ടകം. എസ്ര 2:6-7. അടുത്ത ചോദ്യം, അയവിറക്കുന്നവയിലും കുളമ്പ് പിളർന്നിരിക്കുന്നവയിലും തിന്നരുതാത്ത മൃഗം ഏതാണ്? ഉത്തരം: ഒട്ടകം. ലേവ്യ 11:4. അടുത്ത ചോദ്യം, ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ച സ്ത്രീ ആരാണ്? ഉത്തരം: റിബേക്ക. ഉൽപ്പത്തി 24:61. അടുത്ത ചോദ്യം, ചത്ത സിംഹത്തേക്കാൾ നല്ലത് എന്താണ്? ഉത്തരം: ജീവനുള്ള നായ. സഭാപ്രസംഗി 9:1. അടുത്ത ചോദ്യം, ആരുടെ വ്രണത്തെയാണ് നായ്ക്കൾ നക്കിയത്? ഉത്തരം: ലാസറിൻ്റെ. ലൂക്കോസ് 16:20. അടുത്ത ചോദ്യം, സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ ഏതാണ്? ഉത്തരം: നഫ്താലി. ഉൽപ്പത്തി 49:21. അടുത്ത ചോദ്യം, വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം: യേശു. മത്തായി 7:6. അടുത്ത ചോദ്യം, 40 ഒട്ടകച്ചുമട് വിശേഷ വസ്തുക്കൾ എലീശ പ്രവാചകന് കാഴ്ചയായി കൊടുത്തയച്ചത് ആരാണ്? ഉത്തരം: ബെൻഹദദ്. 2 രാജാക്കന്മാർ 8:9. അടുത്ത ചോദ്യം, വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവും ആരാണ്? ഉത്തരം: ദാൻ. ഉൽപ്പത്തി 49:17. അടുത്ത ചോദ്യം, ബാശാനിലെ പശുക്കളെ എന്ന് വിളിച്ചത് ആരാണ്? ഉത്തരം: ആമോസ് 4:1. അടുത്ത ചോദ്യം, താമ്രസർപ്പം നിർമ്മിച്ചവൻ ആരാണ്? ഉത്തരം: മോശ. സംഖ്യ 21:9. അടുത്ത ചോദ്യം, താമ്രസർപ്പത്തിന് ഇസ്രായേൽ മക്കൾ നൽകിയ പേര് എന്താണ്? ഉത്തരം: നെഹുഷ്ടാൻ. 2 രാജാക്കന്മാർ 18:4. അടുത്ത ചോദ്യം, യേശു കുറുക്കനെന്ന് വിളിച്ചത് ആരെയാണ്? ഉത്തരം: ഹേരോദാവിനെ. മത്തായി 13:32. അടുത്ത ചോദ്യം, എല്ലാ കാട്ടുജന്തുക്കളെക്കാളും കൗശലമേറിയത് എന്താണ്? ഉത്തരം: പാമ്പ്. ഉൽപ്പത്തി 3:1. അടുത്ത ചോദ്യം, കടിച്ചു കീറുന്ന ചെന്നായി ആരാണ്? ഉത്തരം: ബെന്യാമീൻ. ഉൽപ്പത്തി 49:27. അടുത്ത ചോദ്യം, സർപ്പം പോലെ കുടിക്കുന്ന പാനീയം ഏതാണ്? ഉത്തരം: മദ്യം. സദൃശവാക്യം 23:32. അടുത്ത ചോദ്യം, അഗ്നിസർപ്പവും തേളും ഉണ്ടായിരുന്നത് എവിടെയാണ്? ഉത്തരം: ഭയങ്കരമായ മരുഭൂമിയിൽ. ആവർത്തന പുസ്തകം 8:15. അടുത്ത ചോദ്യം, പശുക്കളെ തിന്നത് എവിടെയാണ്?
ഉത്തരം ഫറവോന്റെ സ്വപ്നത്തിൽ. ഉൽപ്പത്തി 41:4. അടുത്ത ചോദ്യം, ചത്ത നായയെപ്പോലിരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ? ആരുടെ വാക്കുകളാണ്? ഉത്തരം മെഫിബോശ്യത്തിൻ്റെ. 2 ശമൂവേൽ 9:8. അടുത്ത ചോദ്യം, മൃഗങ്ങൾക്ക് പേര് വിളിച്ചത് ആരാണ്? ഉത്തരം ആദാം. ഉൽപ്പത്തി 2:20. അടുത്ത ചോദ്യം, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ആരാണ്? ഉത്തരം യേശു ക്രിസ്തു. വെളിപ്പാട് 13:8. അടുത്ത ചോദ്യം, ഇസ്സാക്കാർ ഗോത്രത്തിൻ്റെ ചിഹ്നം ഏതാണ്? ഉത്തരം കഴുത. അടുത്ത ചോദ്യം, കഴുതപ്പുറത്ത് സഞ്ചരിച്ച സ്ത്രീകൾ ആരെല്ലാമാണ്? ഉത്തരം അബീഗയിൽ, ശൂനേംകാരത്തി. 1 ശമൂവേൽ 25:42, 2 രാജ 4:24. അടുത്ത ചോദ്യം, കാട്ടുകഴുതകളോടുകൂടെ പാർക്കേണ്ടി വന്ന രാജാവ് ആരാണ്? ഉത്തരം നെബൂഖദ്നേസർ. ദാനിയേൽ 5:21.